ലൈംഗികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള 5 സിനിമകളെയാണ് നിങ്ങൾ ഇന്നിവിടെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ലൈംഗികതയുടെ അതിപ്രസരണം കൊണ്ട് തന്നെ ഈ സിനിമകൾ നിങ്ങളെ ഒരിക്കലും നിരാശനാക്കത്തില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കുമാണ് എനിക്ക് ഇത്തരം പുതിയ വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുവാൻ പ്രചോദനമാകുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക. ഏറ്റവും അവസാനം ഈ സിനിമകൾ ഒരു ചിലവുമില്ലാതെ എങ്ങനെ കാണുവാൻ സാധിക്കുമെന്ന് ഞാൻ പറയുന്നുണ്ട്. നമുക്കെന്നാൽ ആദ്യത്തെ സിനിമയിലോട്ട് കടക്കാം. 1974 പുറത്തിറങ്ങിയ ഫ്രഞ്ച് പടമായ ഗോയിങ് പ്ലേസസ് ആണ് ആദ്യത്തെ പടം. മിയു മിയു കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഈ സിനിമയിലും പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ഈ സിനിമയിൽ ഒരാളുടെ മാത്രമല്ല പലരുടെയും നഗ്നതാ പ്രദർശനമുണ്ട്. ലോകം മുഴുവൻ ചുറ്റി നടന്ന് കാണുന്ന ചേച്ചിമാർക്കെല്ലാം കളി കൊടുക്കുന്ന 2 കൂട്ടുകാരുണ്ട്. അവരുടെ ജീവിതത്തിലോട്ട് അപ്രതീക്ഷിതമായി ഒരു വെടി കടന്നു വരുന്നു. അതിനുശേഷം അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില സംഭവവികാസങ്ങളാണ് ഈ ചിത്രം പറഞ്ഞു വയ്ക്കുന്നത്. ഈ സിനിമയിലെ മെയിൻ ഹൈലൈറ്റ് എന്നെനിക്ക് തോന്നിയത് ട്രെയിനിൽ വെച്ച് അവർ ഒരു സുന്ദരിയുമായി നടത്തുന്ന ചില പരിപാടികളാണ്. പഴയ കാലത്തെ ഒരു ഹിപ്പി ലൈഫ് സ്റ്റൈൽ എന്ന് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നിയേക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. 2002 പുറത്തിറങ്ങിയ അൺഫെയ്ത്ത്ഫുൾ എന്ന പടം നമുക്ക് പരിചയപ്പെടാം. പൂർണ്ണമായ നഗ്നതാ പ്രദർശനമുണ്ട്. ഡയാന ലൈനിൻ്റെ വളരെയധികം കളിയെ കാരണം ഈ സിനിമ നല്ല രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ ആർജിച്ചിരുന്നു. അവിഹിതമാണ് ഈ സിനിമയുടെ പ്രധാന വിഷയം. വിവാഹിതയായ ഡയാന ലൈൻ ഒരു പയ്യനെ കണ്ടുമുട്ടുകയും പിന്നീട് അവർ തമ്മിലുള്ള ചില മാസ്മരിക പ്രകടനമാണ് ഈ സിനിമ കാഴ്ചവെക്കുന്നത്. അവർ തമ്മിലുള്ള റെസ്റ്റോറൻറ്റിലെ കളി പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതുണ്ട്. ഒരു ത്രില്ലർ സിനിമ കാണുവാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു ഫേവറേറ്റ് അഡൾട്ട് മൂവി കളക്ഷനിൽ ചേർക്കാവുന്നതാണ്. ഈ സിനിമയിലെ ട്വിസ്റ്റ് നിങ്ങൾ കണ്ടറിയണം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. അടുത്തത് എൻ്റെ ഫേവറേറ്റ് മൂവിയായ 2002 പുറത്തിറങ്ങിയ കില്ലിങ് മീ സോഫ്റ്റ്ലിയാണ്. ഈ സിനിമയിൽ അഭിനയിച്ച ഹേദർ ഗ്രഹാമിനെ കുറിച്ച് പറയുവാൻ ശരിക്കും വാക്കുകൾ ഒന്നും കിട്ടുന്നില്ല. ഒരു ഹോട്ട് ആൻഡ് ക്യൂട്ട് ലുക്കിലാണ് ഈ നടി സിനിമയിൽ പ്രേക്ഷകർക്ക് മുമ്പിൽ വരുന്നത്. ഈ നടി സിനിമയിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനം കാട്ടി നല്ല രീതിയിൽ പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്നുണ്ട്. പലതരം കളികൾ ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണുവാനാകും. ഒരു അപരിചിതനെ കണ്ടുമുട്ടുന്ന നടി അവനുമായി ഇഷ്ടത്തിലാവുകയും കുറച്ചധികം കളികൾ നടത്തുകയും ചെയ്യുന്നു. അവരുടെ വിവാഹശേഷം നടക്കുന്ന ചില സംഭവവികാസങ്ങളാണ് ഈ ചിത്രം പറയുന്നത്. ഒരു ത്രില്ലർ മിസ്റ്ററി കാറ്റഗറിയിൽ നമുക്ക് ഈ അഡൾട്ട് മൂവി ചേർക്കാം. നടിയുടെ ആകാരഭംഗി കൊണ്ടും പലതരം കളികൾ കൊണ്ടും എല്ലാവരുടെയും ഫേവറേറ്റ് കളക്ഷനിലോട്ട് ഈ പടം പോകുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. അടുത്തത് 1992 പുറത്തിറങ്ങിയ ഇറ്റാലിയൻ പടമായ ആൾ ലേഡീസ് ഡു ഇറ്റ് ആണ്. ക്ലൗഡിയ കോൾ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഈ സിനിമയിലും പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ഈ സിനിമ ആദ്യത്തേനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ തട്ട് താണു തന്നെ ഇരിക്കത്തുള്ളൂ. ആദ്യത്തെ സിനിമയെ പോലെ തന്നെ ഈ സിനിമയിൽ ഒരാളുടെ മാത്രമല്ല പലരുടെയും നഗ്നതാ പ്രദർശനമുണ്ട്. അതീവ സുന്ദരിയായ നടിയാണ് ക്ലൗഡിയ കോൾ. ഈ നടിയുടെ ചില മാസ്മരിക പ്രകടനങ്ങൾ ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. കല്യാണം കഴിഞ്ഞ ഒരു ഭാര്യയുടെ മറ്റുള്ളവരുമായുള്ള ചില സെക്ഷുവൽ എക്സ്പ്ലോറേഷനാണ് ഈ സിനിമ പറയുന്നത്. ടിൻഡോ ബ്രാസ് ആണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ സിനിമയുടെ പോക്കുകിടപ്പ് എങ്ങനെയാണെന്ന്. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഒരു സിനിമയെ പരിചയപ്പെടുത്തിയിരുന്നു, കാലിക്കുല. ആ സിനിമയിലെ ഡയറക്ടറായ ടിൻഡോ ബ്രാസ് ആണിത്. ഈ സിനിമ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കളക്ഷനിൽ ചേർത്തിട്ടുള്ള പടം തന്നെയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്.
നിങ്ങളെ അഞ്ചാമതായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് 1987 പുറത്തിറങ്ങിയ ഫേറ്റൽ അട്രാക്ഷൻ ആണ്. നഗ്നതാ പ്രദർശനമുണ്ടെങ്കിലും പൂർണ്ണമായിട്ടില്ല. കുടുംബവുമായി ജീവിക്കുന്ന ഒരാൾ ഒരു ദിവസം ഒരു സുന്ദരിയുമായി കള്ളവെടി നടത്തുകയും പിന്നീട് ആ പെണ്ണ് അവനെ ഫോളോ ചെയ്ത് വീണ്ടും ചില കലാപരിപാടികൾ നടത്തുന്നതാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ഇതൊരു ത്രില്ലർ കാറ്റഗറിയിൽ പെടുന്ന ചിത്രമാണ്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന സംഭവങ്ങൾ എന്താണെന്നറിയുവാൻ പ്രേക്ഷകരെ നല്ല രീതിയിൽ തന്നെ പിടിച്ചിരുത്തും. ഇതിൻ്റെ ക്ലൈമാക്സ് അപ്രതീക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ഈ പടവും കൂടി ഒന്ന് കാണുവാൻ ശ്രമിക്കൂ. ഇത്രയും കിടുവായ ഭാര്യ ഉണ്ടായിട്ടും എന്തിനാണ് അവൻ കള്ളവെടി വയ്ക്കാൻ പോയത് എന്ന സംശയം ഇതിൽ എല്ലാവർക്കും തോന്നും. ഇത്തരം കിടുപ്പടങ്ങളെപ്പറ്റി കൂടുതൽ ദൃശ്യാത്മകമായ വർണ്ണനകളും ഏതൊക്കെ സീനുകളാണ് മിസ് ചെയ്യാതെ കാണേണ്ടതെന്നും കൂടുതൽ വിശദീകരിച്ച് ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ സിനിമകളെ പരിചയപ്പെടുവാനും നടിമാർ എന്തൊക്കെ മാസ്മരിക പ്രകടനങ്ങളാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചതെന്നും നന്നായി വിശദീകരിച്ച് അറിയാൻ വേണ്ടി ഞങ്ങളുടെ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പ്രേക്ഷകർ ഒരിക്കലും വിസ്മരിക്കാത്ത ദൃശ്യവിരുന്ന് ആ ചാനലിലൂടെ ലഭിക്കുമെന്ന് തീർച്ച. അതുകൊണ്ട് മറക്കാതെ ആ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. ഇനി ആർക്കെങ്കിലും ഈ സിനിമകൾ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ തപ്പി നടന്ന സമയം കളയണ്ട. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.